പാണ്ഡവരും കൗരവരും തമ്മിൽ കുട്ടിക്കാലം മുതലേ നിലനിന്നിരുന്ന ശത്രുത എങ്ങനെയെങ്കിലും രമ്യമായി പരിഹരിക്കണം എന്ന് വിചാരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ ധാരാളം ശ്രമങ്ങൾ നടത്തിയിരുന്നു. ധാരാളം സജ്ജനങ്ങൾ വഴി ഭഗവാൻ തന്നെ നേരിട്ട് ഒക്കെ ഒരുപാട് സാരോപദേശങ്ങളും ചർച്ചകളും അങ്ങനെ പലതരം നീക്കുപോക്കുകൾക്കും ശ്രമിച്ചു. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. ഇത് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കലായിരുന്നു ശ്രീകൃഷ്ണന്റെ ഉദ്ദേശം. അങ്ങനെ ഭഗവാൻ തന്നെ മുൻകൈയെടുത്ത് അവസാനം മഹാഭാരത യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും തങ്ങളുടെ ഭാഗത്ത് തങ്ങളെ സഹായിക്കുന്നതിന് നിൽക്കാൻ സാധ്യതയുള്ള രാജാക്കന്മാരെ അന്വേഷിച്ച് പുറപ്പെട്ടു. അങ്ങനെ പാണ്ഡവർക്ക് എല്ലാ സ്ഥലങ്ങളും തിരഞ്ഞ അവസാനം 7 അക്ഷൗഹിണികളെ ലഭിച്ചുള്ളൂ. അതായത് ഒരു അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ ഏകദേശം 2,18,000 മുകളിൽ പടയാളികൾ വരുന്ന വലിയ ഒരു സൈനിക വ്യൂഹമാണ്. ഇങ്ങനെ 7 അക്ഷൗഹിണികളെ പാണ്ഡവർക്ക് സമ്പാദിക്കാൻ സാധിച്ചുള്ളൂ. എന്നാൽ കൗരവർക്ക് 11 അക്ഷൗഹിണികളെ സ്വന്തമാക്കാൻ സാധിച്ചു. ഈ 11 അക്ഷൗഹിണികൾ ഉണ്ടെന്നുള്ളത് മാത്രമല്ല, ഇതിൽ ഓരോരുത്തരും മഹാരഥന്മാരായിരുന്നു, യുദ്ധത്തിൽ അഗ്രഗണ്യരായിരുന്നു എല്ലാവരും. പാണ്ഡവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഭയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവർക്ക് ശ്രീകൃഷ്ണൻ തങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആശ്വാസം. അവനവന്റെ സൈന്യമായ നാരായണ സൈന്യത്തെ പൂർണ്ണമായി കൊണ്ട് കൗരവർക്ക് ശ്രീകൃഷ്ണൻ വിട്ടുകൊടുത്തപ്പോഴും ഞാൻ മാത്രം പാണ്ഡവരുടെ കൂടെ നിൽക്കുകയാണ്, പക്ഷെ ഞാൻ യുദ്ധം ചെയ്യില്ല, ആയുധം കയ്യിലെടുക്കില്ല എന്ന പ്രതിജ്ഞയും എടുത്തു. അങ്ങനെ യുദ്ധം ഏകദേശം അടുത്തടുത്ത് വരാൻ തുടങ്ങി. എല്ലാവർക്കും പൊതുവെ ഒരു ഭയമുണ്ട്. കാരണം കൗരവരുടെ പക്ഷത്ത് ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരും മഹാകേമന്മാരാണ്, തങ്ങളുടെ പക്ഷത്ത് ആയുധബലവും അംഗബലവും കുറവാണ്. ഈ ഭയത്തോടുകൂടി ഒരിക്കൽ പാഞ്ചാലി കൃഷ്ണനെ സമീപിച്ചു. കൃഷ്ണ, എനിക്ക് നീ കൂടെയുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസമാണ്, അത് തന്നെയാണ് എൻ്റെ ധൈര്യവും. പക്ഷേ എൻ്റെ ഉള്ളിൽ വലിയ പേടിയുണ്ട്. ഈ 5 പേർക്കും ബഹുമാന്യരായ ഗുരുനാഥന്മാരായ കാരണവന്മാരായ ഒരുപാട് പേര് ഈ കൗരവർക്കിടയിലുണ്ട്. മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ, ഭീഷ്മര് ദ്രോണര് തുടങ്ങിയിട്ടുള്ള ആളുകൾ. ഇവരെയൊക്കെ ജയിക്കണമെങ്കിൽ എളുപ്പമല്ലെന്നറിയാലോ. എൻ്റെ ഭർത്താക്കന്മാരുടെ ആയുസ് നീ കാത്തോളണേ എന്ന് പ്രാർത്ഥിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, എന്തായാലും യുദ്ധമൊക്കെ അടുത്ത് വരാൻ പോവല്ലേ, നീ എൻ്റെ കൂടെ വാ, നമുക്ക് കാരണവന്മാരുടെയൊക്കെ അനുഗ്രഹമൊക്കെ ഒന്ന് വാങ്ങാം. നീ എന്നോട് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അവരുടെയൊക്കെ അനുഗ്രഹം വേണ്ടേ എന്ന് പാഞ്ചാലിയോട് ചോദിച്ചു. പാഞ്ചാലി കൃഷ്ണനെ അനുഗമിച്ചുകൊണ്ട് ഹസ്തിനപുരത്തിലേക്ക് ചെന്നു. ഭീഷ്മരാണ് പാഞ്ചാലിയെ സ്വീകരിച്ചത്. കൃഷ്ണനും പാഞ്ചാലിയും കൂടി വരുന്നത് കണ്ടപ്പോൾ ഭീഷ്മർ വളരെ സന്തോഷത്തോടു കൂടി, ഈ ഭീഷ്മർക്ക് പാണ്ഡവരോടുള്ളൊരു വാത്സല്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കഥയിൽ. കാരണം കുട്ടിക്കാലം മുതലേ കഷ്ടപ്പാട് അനുഭവിച്ച് വളർന്ന പാണ്ഡവരോട്, കുന്തിദേവിയോട് എന്തെന്നില്ലാത്ത വാത്സല്യമുണ്ട് ഭീഷ്മർക്ക്. അവരെ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ഭീഷ്മരുടെ കണ്ണ് നിറഞ്ഞൊഴുകും. അത്രത്തോളം സ്നേഹമാണ് ഇവരോട്. ഭീഷ്മരെ സംബന്ധിച്ചിടത്തോളം പാണ്ഡവരും കൗരവരും വേറെയല്ല, ഇവർ 2 പേരും എൻ്റെ കുട്ടികൾ എന്ന ഭാവത്തിലാണ് ഭീഷ്മർ കാണുന്നത്. പക്ഷേ 2 പേർക്കും തുല്യ നീതിയല്ല ഇവിടെ നടപ്പായിട്ടുള്ളത്. ഈ പാണ്ഡവർ കുട്ടിക്കാലം മുതൽ ഇങ്ങനെ കഷ്ടതകളൊക്കെ അനുഭവിച്ച് ഇപ്പോഴും രാജ്യമോ അധികാരങ്ങളോ ഒന്നുമില്ലാതെ അങ്ങനെ അലഞ്ഞു തിരിയാണല്ലോ എന്നുള്ള തോന്നലൊക്കെ എപ്പോഴും ഉണ്ട് ഭീഷ്മരുടെ ഉള്ളിൽ. അങ്ങനെ പാഞ്ചാലി വരുന്നത് കണ്ടപ്പോൾ ഭീഷ്മർ വാത്സല്യത്തോടു കൂടി ചെന്ന് കണ്ണ് നിറഞ്ഞൊഴുകി അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ശ്രീകൃഷ്ണൻ പറഞ്ഞു, വേഗം കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങൂ എന്ന് പറഞ്ഞു. പറയേണ്ടുന്ന താമസം പാഞ്ചാലി നേരെ ഭീഷ്മരുടെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിച്ചു. ഭീഷ്മർക്ക് അതുകൂടി ആയപ്പോഴേക്കും തൻ്റെ ഉള്ളിലുള്ള സ്നേഹം അടക്കാൻ കഴിയുന്നില്ല. വേഗം പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒരുപാട് സ്നേഹത്തോടുകൂടി ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ദീർഘസുമംഗലീ ഭവ, നീ എന്നും സുമംഗലിയായിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. ഇത് കേൾക്കേണ്ടുന്ന താമസം ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പാഞ്ചാലിയോട് പറഞ്ഞു, നന്നായി, ഇത്രയേ വേണ്ടൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭീഷ്മർക്ക് തോന്നി, അത് ശരി, ഇത് നിന്റെ കളിയായിരുന്നു അല്ലേ എന്ന ഭാവത്തിൽ കൃഷ്ണന്റെ മുഖത്തൊന്ന് നോക്കി. കൃഷ്ണനും അതെ, അങ്ങനെ തന്നെ ആയിരുന്നു എന്ന ഭാവത്തിൽ ഭീഷ്മരുടെ മുഖത്തേക്ക് നോക്കി. ഇത് കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോൾ പാഞ്ചാലിയോട് പറഞ്ഞു, ഇനി നീ ഭയപ്പെടണ്ട, ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ, എനിക്ക് അനുഗ്രഹിക്കാൻ അല്ലെങ്കിൽ എൻ്റെ അനുഗ്രഹമല്ല പ്രധാനം, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഭക്തരുടെ അനുഗ്രഹമാണ് പ്രധാനം. അവരുടെ വാക്കുകളെ, അവരുടെ സങ്കല്പത്തിനെ ഞാൻ സാർത്ഥകമാക്കുന്നു എന്ന് മാത്രം. ഭീഷ്മർ നിന്നെ അനുഗ്രഹിച്ചില്ലേ, ദീർഘസുമംഗലിയായിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചില്ലേ, ഇനി നീ എന്തിനാ പേടിക്കണത്? നിന്റെ ഭർത്താക്കന്മാർക്ക് വല്ലതും പറ്റുമോ? നിന്റെ ഭർത്താക്കന്മാരിൽ ഒരാൾ മരിച്ചാൽ നീ സുമംഗലി അല്ലാതായി. ഇവിടെ നിന്റെ 5 ഭർത്താക്കന്മാരും ജീവനോടെ അനവധി കാലം സുഖമായിരിക്കും എന്നുള്ളത് ഉറപ്പായില്ലേ? ഇപ്പോൾ ദീർഘസുമംഗലി ഭവ എന്ന് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ 5 ഭർത്താക്കന്മാർ മരിക്കുമോ? പേടിക്കണ്ട, നിന്റെ ഭർത്താക്കന്മാരുടെ ആയുസിനെ കാക്കണേ എന്നല്ല നീ എന്നോട് പ്രാർത്ഥിച്ചത്. അതിന് എൻ്റെ ഭക്തനായിട്ടുള്ള ഭീഷ്മർ നിനക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. ആ അനുഗ്രഹത്തിനെ ഞാൻ സഫലമാക്കിക്കൊള്ളാം. ഞാൻ എൻ്റെ ഭക്തരുടെ വാക്കുകളെ സത്യമാക്കുകയേ ചെയ്യാറുള്ളൂ, അല്ലാതെ എൻ്റെ വാക്കല്ല, എൻ്റെ ഭക്തൻ്റെ വാക്കാണ് എനിക്ക് പ്രമാണം. നോക്കൂ, ഭഗവാന്റെ കാരുണ്യം നോക്കൂ. ഭഗവാൻ
നേരിട്ട് അനുഗ്രഹിക്കുകയല്ല ചെയ്യുക, തൻ്റെ ഭക്തരിലൂടെ അനുഗ്രഹിക്കുക ചെയ്യുക. ഓരോരുത്തർക്കും ഒരു വിചാരമുണ്ട്, ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഭഗവാൻ നേരിട്ട് നമ്മളെ വന്ന് അനുഗ്രഹിക്കുന്നതാണ്. ഒരിക്കലുമല്ല. ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഉറക്കത്തിൽ നമ്മൾ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് 4 കയ്യൊക്കെ ആയിട്ട് ഭഗവാൻ വന്ന് അനുഗ്രഹിച്ച ചരിത്രം എവിടെയും കേട്ടിട്ടില്ല, കഥകളിൽ പോലും കേട്ടിട്ടില്ല. പക്ഷേ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതിനും ഓരോ പാഠം പഠിപ്പിക്കുന്നതിനും നമ്മളെ പരീക്ഷിക്കുന്നതിനുമൊക്കെ ആയിക്കൊണ്ട് ഭഗവാൻ ഓരോരുത്തരെ പറഞ്ഞയക്കും. ഓരോ അനുഭവങ്ങളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരും. ആ അനുഭവങ്ങളാണ്, ആ വ്യക്തികളാണ് നമ്മുടെ ഗുരുനാഥന്മാർ. ഇവിടെ ഭഗവാന്റെ താല്പര്യമായിക്കൊണ്ടല്ല, ഭീഷ്മരുടെ വാക്കിനെയാണ് സത്യമാക്കുന്നത്. അങ്ങനെയാണ് ഭഗവാൻ പാണ്ഡവരെ അനുഗ്രഹിക്കുന്നത്. ഭഗവാന് നേരിട്ട് പാണ്ഡവരെ അനുഗ്രഹിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഇല്ല. അപ്പോഴും ഭഗവാൻ എന്ത് ചെയ്യുന്നുള്ളൂ? എൻ്റെ ഭക്തൻ്റെ വാക്കാണ് എൻ്റെ വാക്കിനേക്കാൾ വലുത് എന്നവിടെ കാണിക്കുകയാണ്. ഭഗവാൻ ഓരോ സ്ഥലങ്ങളിലും പ്രധാനമായിക്കൊണ്ട് പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ ആശ്രയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഭക്തരെ ആശ്രയിച്ചാൽ മതി. അവരെ ആശ്രയിക്കുന്നത് എന്നെ ആശ്രയിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഭക്തനെ ആശ്രയിക്കൂ, അവരുടെ പാദങ്ങളെ ആശ്രയിക്കൂ. ഓരോ തീർത്ഥങ്ങളിലും പോയി നിങ്ങൾ സ്നാനം ചെയ്താൽ നിങ്ങൾ ശുദ്ധീകൃതരാകും എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, അത്രയൊന്നും ആവശ്യമില്ല. എൻ്റെ ഭക്തനെ ആശ്രയിച്ചാൽ മതി, ആ നിമിഷം നിങ്ങൾ ശുദ്ധീകൃതരാകും. ഗംഗയിലോ യമുനയിലോ ഒക്കെ പോയി സ്നാനം ചെയ്തും പൂജാദികൾ ചെയ്തും ഹോമങ്ങൾ ചെയ്തും യാഗം നടത്തിയൊക്കെ ശുദ്ധരാവാം എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളോടാണ് ഭഗവാൻ പറയുന്നത്. ഇതൊക്കെ എത്ര കാലം എത്ര പ്രാവശ്യം ചെയ്താലാണ് ഓരോരുത്തരുടെയും മനസ്സ് ശുദ്ധമാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. എത്ര കാലം എടുക്കുമെന്ന് അറിയില്ല നമുക്ക്. പക്ഷേ എൻ്റെ ഭക്തനെ കണ്ടാൽ ആ നിമിഷം നിങ്ങളുടെ മനസ്സ് ശുദ്ധമായി തീരും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, എൻ്റെ വാക്കിനേക്കാൾ എന്നേക്കാൾ എനിക്ക് പ്രാധാന്യം എൻ്റെ ഭക്തനാണെന്ന്. ഈ ഭീഷ്മർ ഇത്ര വലിയ ഭക്തനായിരുന്നോ എന്ന് ചോദിച്ചാൽ, ഭീഷ്മരെ പറ്റി പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അടുത്ത കുറച്ച് കഥകൾ ഭീഷ്മരെ പറ്റി ആവാം എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.